വാതിൽപ്പടി പെൻഷൻ വിതരണം നിർത്തുന്നതോടെ ക്ഷേമ പെൻഷൻ കൈപ്പറ്റാൻ ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ചെയ്യേണ്ടി വരുന്നത് 23.14 ലക്ഷം വരുന്ന ഗുണഭോക്താക്കൾക്ക്. പെൻഷൻ വാങ്ങുന്നവർക്ക് നിലവിൽ ആധാർ ലിങ്ക് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ ഈ അക്കൗണ്ട് പെൻഷൻ കൈപ്പറ്റാൻ ഉപയോഗിക്കാം. ഇല്ലാത്തവർക്ക് അതിനുള്ള സാവകാശം സർക്കാർ നൽകും. വാതിൽപ്പടി പെൻഷൻ വിതരണം നിർത്തുന്നതോടെ ക്ഷേമ പെൻഷൻ കൈപ്പറ്റാൻ ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ചെയ്യേണ്ടി വരും. ഇനി ലിങ്ക് ചെയ്യേണ്ടത് 23.1 ലക്ഷം വരുന്ന ഗുണഭോക്താക്കൾക്കാണ്. പെൻഷൻ വാങ്ങുന്നവർക്ക് നിലവിൽ ആധാർ ലിങ്ക് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ ഈ അക്കൗണ്ട് പെൻഷൻ കൈപ്പറ്റാൻ ഉപയോഗിക്കാം. പുതിയ അക്കൗണ്ട് തുടങ്ങുന്നവർക്ക് നടപടി പൂർത്തിയാക്കാനുള്ള സാവകാശം സർക്കാർ നൽകും. 2016 ഏപ്രിൽ വരെ ക്ഷേമ പെൻഷനുകളും പോസ്റ്റ് ഓഫീസ് വഴിയാണ് നൽകിയിരുന്നത്. പിന്നീട് വിതരണം ബാങ്ക് അക്കൗണ്ടുകൾ വഴിയാക്കാൻ തീരുമാനിച്ചിരുന്നു. പലരും ബാങ്ക് അക്കൗണ്ട് തുടങ്ങുന്നതിനിടെ പരാതികളും ഉയർന്നു. തുടർന്നാണ് താൽപ്പര്യമുള്ളവർക്ക് പ്രാഥമിക സഹകരണ സംഘങ്ങൾ വഴി പെൻഷൻ വീട്ടിലെത്തിക്കാൻ തീരുമാനിച്ചത്. 2016 ജൂൺ മുതൽ ഇങ്ങനെ പെൻഷൻ വിതരണം തുടരുകയായിരുന്നു. ധനവകുപ്പിന്റെ കണക്ക് പ്രകാരം 51,10,908 പേർ നിലവിൽ ക്ഷേമ പെൻഷൻ വാങ്ങുന്നുണ്ട്. ഇതിൽ 27,95,912 പേർ ബാങ്ക് വഴിയാണ് പെൻഷൻ കൈപ്പറ്റുന്നത്. 28,14,996 പേർക്കാണ് പെൻഷൻ വീട്ടിലെത്തിക്കുന്നത്. ഇവരിൽ പകുതിയോളം പേർ ഇതിനോടകം തന്നെ ബാങ്ക് അക്കൗണ്ട് എടുത്തിട്ടുണ്ടാവാമെന്നാണ് ധനവകുപ്പിന്റെ നിഗമനം. തൊഴിലുറപ്പ് തൊഴിലാളികളടക്കം ബാങ്ക് അക്കൗണ്ട് ഉപയോഗിക്കുന്നവരാണ്. കിടപ്പ് രോഗികൾ, ബാങ്കിലെത്താൻ കഴിയാത്ത ഭിന്നശേഷിക്കാർ തുടങ്ങിയവരെ പരിഷ്കരണത്തിൽ നിന്ന് ഒഴിവാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇവരുടെ വിവരങ്ങൾ ശേഖരിക്കും. മറ്റുള്ളവർക്ക് ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ചെയ്യാനടക്കം സാവകാശവും സർക്കാർ നൽകും. ഇതിനാൽ ഉടൻ അക്കൗണ്ട് തുടങ്ങിയവരില്ലെങ്കിൽ അടുത്ത മാസങ്ങളിൽ പെൻഷൻ മുടങ്ങില്ലെന്നാണ് പെൻഷൻ വിഭാഗം വ്യക്തമാക്കുന്നത്. ഇത് സംബന്ധിച്ച് വിശദമായ ഉത്തരവ് ഉടനെ ഉണ്ടാകുമെന്നാണ് വിവരം. ഓണത്തിന് മുമ്പ് തന്നെ ഓഗസ്റ്റിലെ പെൻഷനും നൽകാൻ തീരുമാനമായിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.